ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ മക്കളെ കൂടി കൈവിട്ടു പോയതോടുകൂടി വൈജയ്ക്ക് അലീനയോട് വല്ലാത്ത ദേഷ്യമാണ്. അങ്ങനെ വൈജ വാടക വീട്ടിലേക്ക് മാറാൻ തന്നെ തീരുമാനിക്കും. തൻ്റെ ഡ്രസ്സും ബാഗും ഒക്കെ പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ബബിത വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലേ അമ്മ ഇതെങ്ങോട്ടാ, എവിടെ പോകാനുള്ള തിരക്കിലാണ് അമ്മ ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, അല്ല ഞാൻ എവിടെ പോയാലും നിനക്കെന്താടി, നിനക്കൊക്കെ ഇപ്പോൾ ആ അലീനെ മാത്രം മതിയല്ലോ. ഞാൻ ആ രതികപ്പറ്റായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറി തന്നേക്കാം. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ? അമ്മയുടെ ഒരു അധികപ്പറ്റാണെന്ന് ഞങ്ങളാരും അമ്മയോട് പറഞ്ഞില്ലല്ലോ. ഓഹോ, ഇനി അത് പറയുകൂടി വേണോടി, എന്നിട്ട് വേണോ എനിക്കത് മനസ്സിലാക്കാൻ? ഇവിടെ നടക്കുന്നതൊന്നും മനസ്സിലാകാതിരിക്കാൻ ഞാൻ വെറും വിഡ്ഢിയൊന്നുമല്ല. നിങ്ങളിപ്പോൾ അച്ഛനും മക്കളും ഒന്ന്, ഞാൻ പുറത്ത്. അങ്ങനെയുള്ള ഈ വീട്ടിൽ ഞാൻ എന്തിനു ജീവിക്കണം? നിങ്ങളുടെ അച്ഛൻ തന്നെ പലതവണ പറയാറുണ്ടല്ലോ, ഇത് അങ്ങേരുടെ വീടാണെന്നും ഇവിടെ ആർക്ക് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണെന്നും ഒക്കെ. അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പോലും. അതിനു പകരം ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് അയാൾ പറയുന്നത്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അച്ഛനും ആ പിഴച്ചവളും കൂടി ഇവിടെ അങ്ങ് താമസിച്ചോ. അന്നേരം അങ്ങോട്ടേക്ക് കൃഷ്ണമോളും രോഹിത്തോടെ കടന്നു വരും. രോഹിത് ചോദിക്കും, എന്താ ഇവിടെ ഒരു ബഹളം? അപ്പോൾ ബബിത വൈജ വാടക വീട്ടിലേക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മേ ഇനിയെങ്കിലും അമ്മയുടെ ഈ വാശിയൊക്കെ ഒന്ന് മാറ്റിവെക്ക്. ഈ വീട് വിട്ട് പോകാനും മാത്രം എന്താ ഇവിടെ ഉണ്ടായേ? അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്താടാ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലേ? നിങ്ങളുടെ അച്ഛനൊപ്പം എന്നെക്കാട്ടിലും വലുതാണ് ആ വേലക്കാരി. അവളെ പറഞ്ഞു വിടാനായിട്ട് ഞാൻ നിങ്ങളുടെ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങേർക്കത് പറ്റില്ല പോലും. അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് പോകാമെന്നാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ടടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിമിഷം തന്നെ എൻ്റെ കൂടെ വരാം എന്നൊക്കെ പറയുകയാണ്. ബബിതയും രോഹിത്തും കൃഷ്ണമോളും അങ്ങനെ മുഖാമുഖമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ വരുന്നില്ലമ്മേ, ഞങ്ങളിവിടെ അച്ഛൻ്റെ കൂടെ നിന്നോളാം. അപ്പോൾ വൈജ പറയുകയാണ്, ഓ ഇപ്പോൾ നിങ്ങൾക്കൊന്നും അല്ലെങ്കിലും ഈ അമ്മയെ വേണ്ടല്ലോ. നീയൊക്കെ ഒന്നോർത്തോ, നിങ്ങളും നിങ്ങളുടെ അച്ഛനുമൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന അലീനയുണ്ടല്ലോ, അവൾ നിങ്ങളെ ചതിക്കും. അവൾക്ക് അവളുടെ ലക്ഷ്യം ഇവിടുത്തെ സ്വത്തുക്കളാണ്. അതൊക്കെ അവൾ കൈക്കലാക്കി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വൈജ അവളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണ്. അവിടെ താഴെ അലീനയും ബാലേന്ദ്രനും ഉണ്ടായിരിക്കും. അലീനെ അവിടെ കണ്ട ഉടനെ വൈജ പറയുന്നുണ്ട്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇയാളുടെ കൂടെ അധികാലം നിനക്ക് സൂഹിക്കാമെന്ന് നീ കരുതണ്ട. എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും എല്ലാവരെയും നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. അതിനൊക്കെ നീ അനുഭവിക്കൂടി എന്നിങ്ങനെ ദേഷ്യത്തിൽ വൈജ അലീനയുടെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മേഡം പോകരുത്, ഞാൻ മേഡത്തിൻ്റെ മക്കളെയൊന്നും തട്ടിയെടുത്തിട്ടില്ല. മേഡത്തിൻ്റെ ജീവിതമൊന്നും ഞാൻ ഇതുവരെ നശിപ്പിച്ചിട്ടില്ല. മേഡം പോകരുത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, മതിയടി, നീ നിർത്ത്. ഇവരൊക്കെ ആയിരിക്കില്ല അഭിനയിക്കുന്ന അഭിനയമൊന്നും എൻ്റെ ഒരിക്കൽ എടുക്കേണ്ടത്. എന്നിട്ട് നേരെ ബാലേന്ദ്രനിലേക്ക് പോയിട്ട് പറയും, നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാൻ ഇവിടെ നിന്ന് പോവുക. ഇനി നിങ്ങൾക്കും ഇവക്കും ഇവിടെ എന്ത് വേണമെങ്കിലും ആവാമല്ലോ എന്നൊക്കെ വളരെ മോശമായ രീതിയിൽ അലീനയും ബാലേന്ദ്രനെ തെറ്റി പറയുമ്പോൾ ബാലേന്ദ്രൻ വൈജയ്ക്ക് നേരെ കൈ ഉയർത്തുന്നുണ്ട്. അന്നേരം വൈജ പറയുന്നുണ്ട്, തൊട്ടു പോകരുത് തന്നെ. ഈ നശിവളെപ്പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങ് പൊള്ളിയല്ലേ. അധികകാലം ഇവളിവിടെ പൊറപ്പിക്കാൻ നിന്നും നിങ്ങൾ കരുതണ്ട എന്നും പറഞ്ഞ് വൈജ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ മേടത്തോട് പോവല്ലെന്ന് പറയച്ചാ. ഇല്ല മോളെ, അവൾ പോകട്ടെ. അവളെപ്പോലുള്ളൊരു നശിച്ചവൾ ഈ വീട്ടിൽ ഇല്ലാത്തത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ തൻ്റെ റൂമിലേക്ക് കയറി പോകും. അതുപോലെ ബബിതയും രോഹിതും കൃഷ്ണമോളും ഒക്കെ അവരവരുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ അലീന അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. ഉടനെ തന്നെ മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് അലീന ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല മനുവേട്ടാ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. ഞാൻ ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നും പറഞ്ഞ് അലീന കരയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീന നീ കരയാതിരിക്കുക, ഞാൻ എന്തായാലും അങ്കിളിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മനു നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകും. അല്ല ആരാ ഇത്, മനുവോ? നീ ഇതെപ്പോൾ എത്തി? ഏയ് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ അങ്കിളെ. അല്ല അങ്കിളെ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? വൈജാന്തി എന്തിനാണ് വീട് വിട്ടു പോയത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ അലീന നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു? അതെ അങ്കിളെ, അവൾ എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു. എന്താ അങ്കിളെ ഇത്, എന്താ ഇവിടെ നടക്കുന്നേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്,
എടാ ഞാൻ അതിന് വൈജനെ ഇറക്കി വിട്ടതൊന്നുമല്ല. അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും പറഞ്ഞ് അവൾ എൻ്റെ ഇരിക്കാൻ വന്നിരുന്നു. അപ്പോൾ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ലെന്നും അവൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് പോകാമെന്നും ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവളിപ്പോൾ ഇവിടെ നിന്ന് പോയത് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിനൊന്ന് ആൻറ്റിയെ തടുക്കാമായിരുന്നില്ലേ? ആൻറ്റിയോട് പോകണ്ടെന്ന് അങ്കിളിനൊന്ന് പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, അല്ല ഞാൻ എന്തിനാ മനുവേ അവളെ തടുക്കുന്നത്? അവൾ പോകട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് പോകേണ്ടവൾ തന്നെയല്ലേ അവൾ. ഈ സമയം രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ സംസാരമൊക്കെ കേട്ട് രോഹിത് റൂമിലേക്ക് കടന്നു വരാതെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, എന്തായാലും 23 വർഷക്കാലം അവൾ എന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ചില്ലേടാ. അത് പിന്നെ അങ്കിളെ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ? ആര് പറഞ്ഞു മനു അതൊക്കെ കഴിഞ്ഞു പോയെന്ന്? ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. നീ നോക്കിക്കോ, അവൾ എന്നോട് ഈ ചെയ്തതിനൊക്കെ എണ്ണി ഞാൻ അവളുടെ കണക്ക് ചോദിച്ചിരിക്കും. അവൾ കാരണം നശിച്ചത് എൻ്റെ ജീവിതം മാത്രമല്ല, ആ പാവം പിടിച്ച അലീനയുടെ ജീവിതം കൂടിയാണ്. ഒരുത്തനുമായിട്ട് കിടക്ക പങ്കിട്ട് ഒരു കുഞ്ഞിനെ അവൾ പിഴച്ച് പ്രസവിച്ചില്ലേ? എന്നിട്ട് ആ കുഞ്ഞിനെ അവളുടെ ആങ്ങളമാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു അനാഥാലയത്തിലാക്കിയില്ലേ? അതും പോരാഞ്ഞിട്ട് നിൻ്റെ അച്ഛനും വലിയച്ഛനും എല്ലാവരും കൂടെ ചേർന്ന്, നിൻ്റെ മുത്തച്ഛനും കൂടി ചേർന്ന് അവളെ എൻ്റെ തലയിലങ്ങ് കെട്ടിവെച്ചു. അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നും അത് അലീനയാണെന്നും അറിയുന്നതോടുകൂടി അവളുടെ അഹങ്കാരം അങ്ങ് തീരും മനുവേ. തൻ്റെ സ്വന്തം മകളെ തന്നെയാണ് അവൾ ഈ ദ്രോഹിക്കുന്നതെന്ന് അവൾ അറിയുന്നില്ലല്ലോ. ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാടാ അലീനയെ ഇത്രയും നാളും എങ്ങും വിടാതെ ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയത്. വൈജിക്കെതിരെയുള്ള എൻ്റെ പിടിവലിയാണ് അലീന എന്നിങ്ങനെ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നതൊക്കെ കേട്ട് മനു ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കും. അപ്പോൾ അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയായിരുന്നോ? ഞങ്ങളുടെ അമ്മയുടെ വയറ്റിൽ പിറന്നവളായിരുന്നോ അലീന ചേച്ചി എന്നൊക്കെ ആലോചിച്ച് രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിൻ്റെ ഈ വാശിയൊക്കെ അങ്ങളൊന്ന് മാറ്റി വെക്കണം. അങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും അങ്ങളിന് 2 പെൺമക്കളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവരുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും അങ്കിള് പഴയതൊക്കെ മറക്കണം. ആൻറ്റിയോട് അങ്കിൾ ക്ഷമിക്കണം. അപ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് പറയും, ഓഹോ അപ്പോൾ നീ നിൻ്റെ ആൻറ്റിയുടെ സൈഡാണ് അല്ലേടാ മനു? ഈ കഴിഞ്ഞ 23 വർഷക്കാലം എന്നെ ഒരു വിഡ്ഢിയാക്കിയത് അത് ഞാൻ ക്ഷമിക്കണമെന്നാണോ നീ പറയുന്നേ? അത് പിന്നെ അത് മറക്കണമെന്നല്ല അങ്കിളെ ഞാൻ പറഞ്ഞത്. തൽക്കാലം അങ്ങളിൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാകുന്നത് വരെയെങ്കിലും ആൻറ്റിയും മങ്ങളും ഒന്നിച്ചുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്കിള് സത്യങ്ങളെല്ലാം ആരോട് വേണേലും വിളിച്ചു പറഞ്ഞു എന്നിങ്ങനെ മനു പറയുന്നുണ്ടെങ്കിലും വൈജി എന്ന തൻ്റെ ഭാര്യയോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ള നിലപാടിലാണ് ബാലേന്ദ്രനുള്ളത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ മൗനം പാലിച്ചത് ബാലേന്ദ്രൻ്റെ കേസ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. രോഹിത്തിൻ്റെ കേസ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പിന്നെ ആ കേസ് ഒത്തുതീർപ്പായ സ്ഥിതിക്ക് എൻ്റെ ഇനിയുള്ള ഒരേ ഒരു ലക്ഷ്യം നിൻ്റെ ആൻറ്റിയുടെ കാമുകൻ ആ സ്റ്റാലിനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്, അലീനയുടെ അച്ഛനെ. അധികം വയ്യാതെ തന്നെ ഞാൻ ആഗ്രയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്റ്റാലിൻ ജോസഫ് എന്ന അവളുടെ കാമുകനെ കൊണ്ട് തിരിച്ച് ഞാൻ വരുള്ളൂ എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി എന്താണെന്ന് വെച്ചാൽ അങ്ങളിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ ഇനിയൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് മനു പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും എല്ലാം കേട്ടുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന രോഹിത്തിനെ കാണുകയാണ്. രോഹിത്തെ നീ എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് മനു ചോദിക്കുമ്പോൾ രോഹിത്ത് പറയും, അത് പിന്നെ നിങ്ങളീ പറഞ്ഞതൊക്കെ സത്യമാണോ മനുവേട്ടാ? ഞാൻ എന്ത് പറഞ്ഞെന്ന്? എന്ത് കാര്യമെന്നേ കേട്ടെ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, മനുവേട്ടൻ വല്ലാണ്ട് അങ്ങ് ഉരുണ്ട് കളിക്കണ്ട, നിങ്ങൾ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. പറ മനുവേട്ടാ, സത്യം പറ, അലീന ചേച്ചി ആരാ? ചേച്ചി ഞങ്ങളുടെ അമ്മയുടെ മകൾ തന്നെയാണോ? പുറത്തുനിന്നുള്ള മനുവിൻ്റെ രോഹിത്തിൻ്റെ സംസാരം കേട്ട് ബാലേന്ദ്രനും അങ്ങോട്ട് വരികയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതേടാ മോനെ, അലീന നിങ്ങളുടെ അമ്മയുടെ മകൾ തന്നെയാണ്. നിങ്ങൾ കരുതുന്ന പോലെ അലീന എൻ്റെ അവിഹിതത്തിലുണ്ടായ സന്തതിയൊന്നുമല്ല. നിൻ്റെ അമ്മ സ്റ്റാലിൻ ജോസഫ് എന്ന കാമുകനിൽ നിന്നുണ്ടായ മകളാണ് അലീന. പറഞ്ഞു വരുമ്പോൾ അവൾ നിങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ രോഹിത്ത് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അമ്മ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ പലതവണ അച്ഛനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അവിഹിത സന്തതിയാണ് അലീന ചേച്ചി എന്നാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അച്ഛനോട് ദേഷ്യം വെറുപ്പാണ് തോന്നാറുള്ളത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ബാലേന്ദ്രൻ പറയും, സാരമില്ല മോനെ, മോൻ പറഞ്ഞു ഒന്നും അച്ഛൻ കാര്യമാക്കിയിട്ടില്ല. മോൻ ഒരിക്കലും അലീനെ വെറുക്കരുത്. അവളൊരു പാവമാണ്.
അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ലച്ചാ, ഞാൻ ഒരിക്കലും അലീന ചേച്ചിനെ വെറുക്കില്ല എന്നും പറഞ്ഞ് രോഹിത്ത് കണ്ണൊക്കെ തുടയ്ക്കുമ്പോഴത്തേനും മനു പറയും, രോഹിത്തെ, നീ ഇപ്പോൾ ഈ അറിഞ്ഞ കാര്യം ഒരിക്കലും അലീന നിൻ്റെ അമ്മയുടെ മകളാണെന്നുള്ള വിവരം മറ്റാരും ഒരിക്കലും അറിയാൻ പാടില്ല. ഇല്ല മനുവേട്ടാ, ഞാൻ ആരോടും പറയില്ല. എന്നാൽ നീ റൂമിൽ പോയിട്ട് നിൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകുക. ഇപ്പോൾ നിന്നെ കണ്ട ആർക്കാണെങ്കിലും നീ കരഞ്ഞുവെന്ന് മനസ്സിലാകും. അങ്ങനെ ആ റൂമിലേക്ക് പോകും മുഖം കഴുകാനായിട്ട്. അന്നേരം മനു പറയും, അങ്കിളെ, സത്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് തിരിച്ചറിയുന്നു. ബാലേന്ദ്രൻ പറയും, അറിയട്ടടാ മനുവേ, ഇനി എന്തായാലും ഞാൻ ഇക്കാര്യം നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും എല്ലാം അറിയട്ടെ. അധികം വൈകാതെ തന്നെ വൈജയന്തി എന്ന ആ അഹങ്കാരിയുടെ മുഖം ഞാൻ വലിച്ചു കീറും എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് മനു താഴേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അലീന ചായയുമായിട്ട് നിൽക്കുന്നു. മനുവിന് നേരെ ആ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് അലീന ചോദിക്കും, എന്തായി മനുവേട്ട, അച്ഛനെ കണ്ടിട്ട്? അച്ഛൻ എന്തു പറഞ്ഞു? എന്താവാനാ, അങ്കിള് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. വൈജയന്തിയുടെ കാമുകൻ നിന്റെ അച്ഛനെ കണ്ടുപിടിക്കുമെന്നുള്ള വാശിയിലാണ് അങ്കിള്. അയ്യോ മനുവേട്ട, അതൊരിക്കലും പാടില്ല. അച്ഛൻ അങ്ങനെ സംഭവിച്ചാൽ, വൈജയ മേഡം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ജീവനോടെ ഇരിക്കില്ല. അച്ഛനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒന്ന് തടുക്കണം മനുവേട്ട. എൻ്റെ അച്ഛനെ ഇവിടുത്തെ അച്ഛൻ കണ്ടുപിടിച്ച സത്യങ്ങളെല്ലാം എല്ലാവരും അറിയും. ബബിതയും രോഹിത്തും എല്ലാവരും അറിയും. പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ മനുവേട്ട എന്നിങ്ങനെ അലീന പറയുമ്പോൾ മനു പറയും, സത്യങ്ങൾ അറിയാൻ ഇവിടെ ഇനി ബാക്കിയുള്ളത് ബബിതയും വൈജയന്തിയും മാത്രമാണ്. രോഹിത്ത് സത്യങ്ങളെല്ലാം അറിഞ്ഞു. എന്താ മനുവേട്ടൻ എന്താ ഈ പറഞ്ഞേ? അതേ അലീന, രോഹിത്ത് ആ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അത് കേൾക്കുമ്പോൾ അലീന ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ മോളിൽ അങ്കിളിനെ കാണാനായിട്ട് പോയപ്പോൾ രോഹിത്ത് ഞങ്ങളുടെ റൂമിന് വെളിയിലുണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ അവൻ കേൾക്കുകയും ചെയ്തു. പക്ഷേ നീ പേടിക്കണ്ട, അവനിക്കാര്യം ആരെങ്കിലും പറയില്ല. ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുക, പോയിട്ട് എനിക്കൊന്ന് രണ്ട് അത്യാവശ്യമുണ്ട് എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് പോകും. അങ്ങനെ അലീന മനു പോയതിനു ശേഷം രോഹിത്തിൻ്റെ റൂമിലേക്ക് പോകും. അലീനയെ കണ്ടതും രോഹിത്തിൻ്റെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട്. അലീന നിറ കണ്ണുകളോടെ അവൻ്റെ അരികിലേക്ക് നീങ്ങുന്നുണ്ട്. മോനെ രോഹി എന്ന് അലീന വിളിച്ചതും അലീനയെ കെട്ടിപ്പിടിച്ച് രോഹിത്ത് കരയാണ്. ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നോ? എൻ്റെ അമ്മയുടെ മകള് തന്നെയായിരുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവൻ പൊട്ടിക്കറിയുമ്പോൾ അലീന പറയും, അതെ മോനെ, ഞാൻ നിങ്ങളുടെ ചേച്ചി തന്നെയാണ്. അത് മോനെ, ഞാനും നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് പിറന്നത്. എന്നിട്ട് എന്താ ചേച്ചി ഇത്രയും നാളും ചേച്ചി ഞങ്ങളോട് ഇതൊന്നും തുറന്നു പറയാഞ്ഞത്? എന്തിനാ ചേച്ചി വെറുതെ അമ്മയുടെ ഉപദ്രവമൊക്കെ സഹിച്ചത്? ചേച്ചിക്ക് സത്യം തുറന്നു പറയാമായിരുന്നില്ലേ? അപ്പോൾ അലീന പറയും, ഇല്ല മോനെ, അമ്മ ഒരിക്കലും സത്യങ്ങൾ അറിയാൻ പാടില്ല. അമ്മയൊന്ന് കാണണം, അമ്മയോടെല്ലാം തുറന്നു പറയണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അമ്മയൊന്നും അറിയാൻ പാടില്ല. കാരണം അമ്മ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പോലും എന്നെയാണ് മോനെ. ഞാൻ അമ്മയുടെ മകളാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ ജീവിതം പോലും അവസാനിപ്പിച്ചെന്ന് വരും. അതുകൊണ്ട് ഒരിക്കലും അമ്മ ഈ സത്യം അറിയാൻ പാടില്ല എന്നിങ്ങനെ അലീന പറയുമ്പോൾ രോഹിത്ത് ചോദിക്കും, ചേച്ചിയുടെ അമ്മയെ കണ്ടെത്തിയതുപോലെ ചേച്ചിയുടെ അച്ഛനെ ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെയും എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാണെന്ന് ഗംഗാധരൻ അങ്കിൾ പറഞ്ഞ് എനിക്കറിയാം. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തിയതുപോലെ അച്ഛനെയും കണ്ടെത്തും. അച്ഛനെ കണ്ടെത്തിയാൽ ചേച്ചിയുടെ അച്ഛൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയുമോ എന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. ഇല്ല മോനെ, അച്ഛനും അമ്മയെപ്പോലെ ഒരു കുടുംബമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയും ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിനുശേഷം അവരുടെ കൺവെട്ടത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും എന്നൊക്കെ അലീന പറയുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, എന്തായാലും സത്യങ്ങളൊക്കെ നീ അറിഞ്ഞു. ഇനി ഒരിക്കലും ഇക്കാര്യം നീ മറ്റൊരാളോടും പറയരുത്. നീ എനിക്കത് വാക്ക് തരണം എന്നൊക്കെ അലീന പറയുന്ന കേൾക്കുമ്പോൾ രോഹിത്ത് അലീനയ്ക്ക് വാക്ക് കൊടുക്കും. ഇല്ല ചേച്ചി, ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല. പക്ഷേ ചേച്ചി എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്കാ മോനെ ഞാൻ നിനക്ക് തരേണ്ടത്? അത് പിന്നെ ചേച്ചി ഈ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ഈ വീട് എൻ്റെ അച്ഛൻ്റെ വീടാണ്. പക്ഷേ അച്ഛനും ചേച്ചിയെ മകളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ചേച്ചി ഇനി എങ്ങോട്ടേക്കും പോകാൻ പാടില്ല. അതുകൊണ്ട് ഇനി ഇത് ചേച്ചിയുടെയും കൂടെ വീടാണ്. ചേച്ചി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ മോനെ, അത് പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ കാരണം അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം തകർന്നു പോകും. ഞാൻ ഇവിടെ നിന്ന് പോകാതെ വൈജു മേഡം ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പോയേ പറ്റുള്ളൂ മോനെ. ആഹാ, ചേച്ചിയുടെ തീരുമാനം ഇതാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയും. ചേച്ചി വിചാരിക്കുന്ന പോലല്ല ഞങ്ങളുടെ അമ്മ പോയതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. ചേച്ചി നോക്കിക്കോ,
ഇല്ല മോനെ, മേഡം ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ സമ്മതിച്ച ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അച്ഛൻ ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല. അച്ഛൻ്റെ സമ്മതമില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോയാൽ സത്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞ് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് മോനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ രോഹിത് പറയും, ചേച്ചി എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? അമ്മയല്ലേ ചേച്ചിയോട് ദ്രോഹം ചെയ്തത്? വേറൊന്നും കൊണ്ട് പറയുന്നല്ല ചേച്ചി. ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും എൻ്റെ അമ്മയെ തന്നെയാണ്. പണ്ടൊക്കെ അമ്മ പറയാറുണ്ട് ചേച്ചി അച്ഛൻ്റെ അവിഹിത സന്തതിയാണെന്ന്. അന്നൊക്കെ അച്ഛനോടും ചേച്ചിയോടും എനിക്ക് അടങ്ങാത്ത ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അച്ഛനോടും ചേച്ചിയോടും ഒരു ദേഷ്യമില്ല. എന്നാൽ അമ്മയോട് അടക്കാനാവാത്ത വെറുപ്പ് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ. അമ്മ കാരണം തകർന്നത് എൻ്റെ അച്ഛൻ്റെ ജീവിതം മാത്രമല്ല, ചേച്ചിയുടെ ജീവിതവും കൂടാ. ഇല്ല മോനെ, അങ്ങനെയൊന്നും പറയരുത്. അമ്മ അച്ഛനോട് ചെയ്ത് തെറ്റ് തന്നെയാ സത്യങ്ങളൊന്നും അച്ഛനോട് തുറന്നു പറയാതിരുന്നത്. പക്ഷേ അമ്മ എൻ്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. അമ്മയുടെ വിചാരം അന്ന് അമ്മയ്ക്ക് ജനിച്ച ആ പെൺകുഞ്ഞ് മരിച്ചു പോയെന്നാ. മുത്തശ്ശനും അങ്കിൾമാരും കൂടെ ചേർന്ന് എന്നെ ഒരു ഓർഫനേജിലാക്കിയതിന് ശേഷം ഞാൻ മരിച്ചു എന്ന് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോഴും അറിയുന്നില്ലല്ലോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം. എന്തായാലും അതൊക്കെ പോട്ടെ, മോനിക്കാര്യം ആരോടും പറയരുത്. ഇല്ലേ ചേച്ചി, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ രോഹിത്തിൻ്റെ വാക്ക് മേടിച്ചതിന് ശേഷം അലീന കിച്ചണിലേക്ക് പോവാണ്.